നമസ്കാരം. അച്ചുവുമ്മൻ ഇപ്പോൾ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് എതിരെയും CPM-നെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുവുമ്മൻ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തിയതായിരുന്നു അച്ചുവുമ്മൻ. തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് CPM അക്രമം അഴിച്ചുവിടുന്നതെന്ന് അച്ചു ആരോപിച്ചു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം. എന്തിനാണ് CPM ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നതെന്നും തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് അക്രമം അഴിച്ചുവിടുന്നതെന്നും അച്ചു പറയുന്നു. എത്ര കാലം നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? 51 വെട്ടിന് നിങ്ങൾ കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരന്റെ മുഖമാണ് അക്രമ രാഷ്ട്രീയം പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ ചെയ്ത നിങ്ങൾ കൊന്ന അരിയിൽ ഷുക്കൂറിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ പരമ്പരയുടെ തുടർച്ചയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം. അച്ചുവുമ്മൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്നത് ജനവിരുദ്ധ സർക്കാരുകളാണെന്നും സാധാരണക്കാരന് കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ശമ്പളമില്ല, പെൻഷനില്ല, കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങൾ വില, വന്യജീവി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നും എന്നാൽ സർക്കാരിന്റെ ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും അച്ചു പറയുന്നു. 4 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളമെന്നും ഇനിയും കടമെടുത്ത് എങ്ങോട്ടാണ് കേരളം കൂപ്പുകുത്തേണ്ടതെന്നും അച്ചുവുമ്മൻ ചോദിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.